അപ്പുണ്ണി എന്നൊരു ചലച്ചിത്രം സംവിധാനം ചെയ്തപ്പോൾ അതിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് ഗോപിയേട്ടനും മോഹൻലാലും നെടുമുടി വേണുമാണ്. നായിക മേനകയായിരുന്നു. മേനക ഇവിടെ എത്തിയിട്ടുണ്ട്, ക്ഷണിക്കാം. ഈറ്റില്ലം എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നത്, മകളുടെ മകളായിട്ട് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു എയർപോർട്ടിൽ വെച്ചിട്ടാണ്. എന്തായിരുന്നു അത് കഥ? ശരിക്കും വിട പറയും മുമ്പേ പടം കണ്ടിട്ട് ചേട്ടനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊരു എയർപോർട്ടിൽ വെച്ച് കണ്ടു. നെടുമുടി വേണു ചേട്ടനാണ്. ഇതാരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് അത്ര മലയാളം വലിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു നോക്കിയിട്ടുണ്ടെന്നല്ല, കണ്ടിട്ടുണ്ടെന്ന് വേണം പറയാനെന്ന് തിരുത്തി കൊടുത്തത് ചേട്ടനായിരുന്നു. ഇങ്ങനെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവുക എന്നുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ചും അഭിനയത്തിൻ്റെ. ഇപ്പോൾ വിട പറയും മുമ്പേ അല്ലെങ്കിൽ അതുവരെയുള്ള ഗോപി സാറിൻ്റെ ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് ഒരു പേടി ഉണ്ടായിരുന്നോ? ഇത്രയും ഒരു വലിയ ആക്ടറിൻ്റെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത് എന്നതിൻ്റെ പേടിയില്ല, ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ പടം ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈറ്റില്ലത്തിൽ അപ്പൂപ്പനായിട്ടാണ് അഭിനയിച്ചത്. അപ്പം എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ. ശരിക്കും ഈ ഊണ് കഴിക്കുന്ന സീനൊക്കെ ചേട്ടന് ഇരുന്ന് അഭിനയിക്കുന്നതൊക്കെ കുറേ നേരം ഇങ്ങനെ കാണും. ചേട്ടൻ ഓരോരോ ഷോട്ടും ഓരോരോ ക്ലോസും ഒരുപാട് നേരം എടുത്ത് ചെയ്യും. വളരെ ഇതായിട്ട് ചെയ്യും, അതങ്ങ് അനുഭവിച്ച് ചെയ്യും. അത് ഇരുന്ന് എൻ്റെ ടേക്ക് കഴിഞ്ഞാലും ഇരുന്ന് ചേട്ടൻ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാറുണ്ട്. എന്തൊക്കെ ക്വാളിറ്റീസാണ് ഇപ്പം ഭരത് ഗോപി എന്ന നടനിൽ നിന്ന് മറ്റ് നടന്മാർ കണ്ട് പഠിക്കേണ്ടത്, നമ്മൾ എമ്യൂണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നാച്ചുറാലിറ്റി, ഭയങ്കര നാച്ചുറലാണ്. അഭിനയിക്കുകയാണ് എന്ന് ഒരിക്കലും തോന്നത്തേ ഇല്ല. അതാണ് ഏറ്റവും ഒരു ആഗ്രഹം എനിക്ക്, അത് കാണാനായിട്ട്. ഒരു ഓവർ ആക്ടിങ് ഒന്നുമില്ല, ആ സീനുമായിട്ട് അങ്ങ് ഒത്തുപോകുമായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് വലിയ ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പുണ്ണി എന്ന ആ ഒരു സിനിമയിലെ അനുഭവം, കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒരു അച്ഛൻ, ഒരു പ്രത്യേക തരത്തിലുള്ള അച്ഛനാണ് അല്ലേ? 2 പ്രാവശ്യം മകളോട് കല്യാണം കഴിക്കാൻ പറയുന്ന അച്ഛൻ. എന്തായിരുന്നു ഒരു എല്ലാവരും നെടുമുടി വേണു, മോഹൻലാൽ, ഗോപിയേട്ടൻ, ഇങ്ങനെ എല്ലാവരും ഗ്രേറ്റ് ആക്ടേഴ്സ്. റിയലി അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. വേണുചേട്ടൻ്റെ കൂടെ, പിന്നെ ലാലേട്ടൻ്റെ കൂടെ, അതുപോലെ ഗോപിച്ചേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ടോട്ടൽ കഥയും വ്യത്യാസമായിരുന്നു. സത്യമായിട്ട് എപ്പോഴും പറയും, ഞാൻ എടുത്ത എല്ലാ പടത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പുണ്ണിയാണ് അല്ലേ? എപ്പോഴും പറയും അപ്പുണ്ണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ ഒരു പ്രത്യേക അച്ഛൻ്റെ ക്യാരക്ടർ. സ്വന്തം കാര്യത്തിൻ്റെ സ്വന്തം സ്വാർത്ഥമായിട്ടുള്ള വിജയത്തിന് വേണ്ടി ഏത് ലെവലിലേക്ക് പോകുന്ന ഒരു കഥാപാത്രമാണ്. ഈ ചിലപ്പോൾ വളരെ ഇപ്പോഴും നമുക്കൊരു നായക നടനിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില ചോയ്സുകളാണ് ഗോപിയേട്ടൻ അന്ന് ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു ക്യാരക്ടറിനെ ഒരുപാട് സ്വാർത്ഥതയും ഒരുപാട് കള്ളത്തരങ്ങളുമുള്ള ഒരു നായക വേഷം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തരമൊരു കഥ പറയുമ്പോൾ എന്തെല്ലാം ആ ക്യാരക്ടറിലേക്ക് ചെല്ലണം, ആ കഥാപാത്രത്തിന് ഇന്നതോ കാണണം, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കണം എന്ന് മനസ്സിൽ സ്വരുക്കൂട്ടാറുണ്ടോ? നമ്മുടെ ജോലി, ആക്ടറുടെ ജോലി ജസ്റ്റ് എൻ്റർ ദി ക്യാരക്ടർ എന്നാണ്. അതാണ് ചെയ്യേണ്ടത്. അതായത് ഒരു കഥാപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കണം, അല്ലാതെ കഥാപാത്രത്തിനെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഒരു പകർന്നാട്ടം മാത്രമാണ്. അതെ, സ്വന്തം ക്യാരക്ടർ മാത്രമല്ലാതെ കൂടെ അഭിനയിക്കുന്നവരുടെ ക്യാരക്ടറും കൂടെ ശ്രദ്ധിക്കുന്ന ആള്. അതാണ് എനിക്ക് ഏറ്റവും ഇതായത്. ഗോപിയേട്ട, മേനേജും കൂടെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ സമാഗമത്തിന് ഒരു അപൂർവതയുണ്ട്. കാരണം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നടിയും നടനുമാണ്. അത് താങ്കൾ എല്ലാ ചിത്രങ്ങൾ കൊണ്ടും ഓപ്പോൾ കൊണ്ട് മാനേജ് ചെയ്യും. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സിനിമയിൽ നിന്ന് 2 കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരുമാണ്. ഇത് കുറേ കാലം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ കണ്ടുമുട്ടലുമാണ്. എന്ത് തോന്നുന്നു? അതൊരു വളരെ മാനസികമായൊരു ഒരു വലിയ പ്രത്യേകതയുള്ള നിമിഷമാണ്. മേനകയെ ഞാൻ അല്ലാതെ തന്നെ പല അവസരങ്ങളിലും വല്ല കല്യാണത്തിനും മറ്റുമൊക്കെ ചില വിശേഷ സന്ദർഭങ്ങളിലേക്ക് കാണാറുണ്ട്. പക്ഷേ ഏതാണ്ട് സിനിമയെ പോലെ തന്നെ തോന്നാവുന്ന ഒരു സന്ദർഭമാണിത്. ഇത് രണ്ടാമത്തെ ഒരു കണ്ടുമുട്ടൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിതയും സൗന്ദര്യവും പിന്നെ എന്താണ് മനസ്സിൻ്റെ ഒരു സുഖമൊക്കെ പറയാം. ഓപ്പോളിലെ മേനകയുടെ അഭിനയം കണ്ടിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ തോന്നുന്നത്, ഈ കുട്ടിക്ക് അന്ന് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, ഈ കുട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തീരുമാനിച്ചത്. എന്നിട്ട് നാഷണൽ അവാർഡിൻ്റെ ആ ഒരു തീരുമാനത്തിൻ്റെയൊക്കെ സമയത്ത് ഞാൻ അറിഞ്ഞതും ഓപ്പോളിൻ്റെ അഭിനയത്തിന് മേനകയ്ക്ക് ഊർവശി അവാർഡുണ്ട് എന്നാണ്. പക്ഷെ അത് തെന്നിപ്പോയി. അതിൽ ബാലൻകേനാർക്ക് മാത്രമാണ് ഉണ്ടായത്. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ ഒരു വലിയ ആഗ്രഹം മേനകയ്ക്കറിയാം. കാരണം ഞാനൊരു സിനിമ ചെയ്യുകയും ആ സിനിമയിൽ പ്രധാന ഭാഗത്ത്
മേനക അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. എന്റെ കല്യാണം കഴിഞ്ഞപ്പോഴേ പറഞ്ഞു ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സുരേഷ് വിടണം എന്ന് ഞാൻ സുരേഷ് പറഞ്ഞിട്ടുണ്ട്. മേനകയെ വിടണം എന്ന് നേരത്തെ തന്നെ കമ്മിറ്റ് ചെയ്തു. സുരേഷ് പറഞ്ഞു ചേട്ടൻ തീരുമാനിക്കുന്ന പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഗോചേട്ടാ, നമ്മൾ ഒരുപാട് ബിസിയായിരുന്ന കാലത്തിൽ ഒത്തിരി പടങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് വിട്ടിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് മാറി നിന്നപ്പം ഞാൻ ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ക്യാരക്ടേഴ്സ് വന്നപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാതെ ആയി പോയിട്ടുള്ളൂ. എന്നാലും നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട് മാറി നിന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. ചേട്ടന് അതുപോലെ എന്തെങ്കിലും മാറി നിന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നോ? നമ്മൾ തമ്മിൽ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ കുടുംബമായതിനു ശേഷമാണ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. മേനക സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് കുടുംബമായി മാറിയത്. ഞാൻ മാറി നിന്നിട്ട് കുടുംബം ആയതിനു ശേഷം സിനിമയിലേക്ക് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് കുടുംബം നമുക്കൊരിക്കലും ഒരു തടസ്സമായിരുന്നില്ല. മേനകയ്ക്ക് എന്താണ് പിന്നെ ഇങ്ങനെ ഒരു കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്ന നടൻ, ഇത്ര ഇഷ്ടപ്പെട്ട നടൻ, ഇങ്ങനെ ഒരു ശാരീരിക അസ്വസ്ഥത വന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം ഞാൻ മദ്രാസിലായിരുന്നു ആ സമയത്ത്. അതിനുശേഷം ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം പറയും, ഇപ്പോഴും ഇന്ന് വരെ എനിക്ക് പോകാൻ പറ്റില്ല സുരേഷ് ഏട്ടനെ കുറ്റം പറയുന്നത്, എന്താ വിളിച്ചോണ്ട് വരാത്തതെന്ന്. ഇപ്പോഴും പറയാം, സത്യത്തിൽ അവിടെ ആയിരുന്നപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. ഓടിച്ചെന്ന് കാണുന്നുണ്ട്. അപ്പൊ സുമാരി ചേച്ചിയാണ് ആദ്യം ചേട്ടന് വന്ന് ഈ സമയത്ത് ഒന്ന് കണ്ടത്. സുമാരി ചേച്ചി അവരാണ്. എന്നിട്ട് സുമാരി ചേച്ചി തിരിച്ചു വന്നപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, ചേച്ചി എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ വിവരം അറിഞ്ഞത്. അതിനുശേഷം ഇവിടെ ട്രിവാൻഡ്രം വന്നപ്പോൾ കാണുന്നത് ക്ലബ്ബിൽ വെച്ചായിട്ടാണ് ഞാൻ കണ്ടത്, ഒരു ഡിന്നറിൽ. അപ്പോഴാണ് ഞാൻ ആ ചേട്ടൻ നടന്നു വരുന്നത് ഞാൻ കണ്ടത്. റിയലി ഒരു വലിയ ആർട്ടിസ്റ്റാണ്. ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. ഞാൻ മേനകയുടെ കൂടെ ഇത്രയും നേരം സംസാരിക്കുന്നത് ആദ്യമായിട്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരു അവസരം, ഒരു കാര്യമുള്ളത്, എൻ്റെ സിനിമയുടെ ഘട്ടത്തിലൊക്കെ അപ്പുണ്ണിയായിരുന്നാലും മറ്റേ അഷ്ടപതി ആയിരുന്നാലും ആ സമയത്തൊക്കെ ഞാൻ എപ്പോഴും പുറകോട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എപ്പോഴും ഈ പിന്നിലേക്ക് മാറിപ്പോകും. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ വന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് മാറിയിരിക്കും. കാരണം അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുതെന്നുള്ളതാണ്. ഇല്ല, എന്നാലും ഞാൻ പുറകിലെ വരുമല്ലോ. ഗോപിച്ച അത് എനിക്കായിരുന്നു. ഇവിടെ രേവതിക്ക് ഒരു പാവക്കുട്ടി സമയത്തൊക്കെ ആരോ ഗോപിച്ച എന്ന് വിളിച്ചു. അപ്പൊ എന്റെ വിചാരം അച്ചായ എന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിട്ടും ഗോപിച്ച വിളിച്ചു. പിന്നെ ഞാൻ ഗോപിച്ചേട്ടാന്ന് മാറ്റിയത്. അത് മലയാളിയായി വരുന്ന സമയമാണ്. മാനേജ് വളരെയധികം നന്ദിയുണ്ട് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ. വളരെ നന്ദി. ഈ മഹാനായ നടനെക്കുറിച്ച് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ ശ്രീ മോഹൻലാൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ആക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന ഒരു നടൻ തന്നെയാണ് ഗോപിച്ചേട്ടൻ. ഇത്രയും ഭയങ്കര ഹൈലി സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങിൻ്റെ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ ക്യാരക്ടറിലും അതിസൂക്ഷ്മമായ സ്റ്റൈലൈസേഷനുണ്ട്. അതിപ്പോൾ ഒരു നാടൻ കഥാപാത്രമാണെങ്കിലും ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കഥാപാത്രമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു ഹൈലി സ്റ്റൈലൈസേഷനുണ്ട്. അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള അത്രയും ഒരു സീസൺഡ് ട്രെയിൻഡ് ആക്ടർ ആയതുകൊണ്ടാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം ആദ്യം സിനിമ സംവിധാനം ചെയ്ത് വേറൊരു സിനിമ ചെയ്തെങ്കിലും റിലീസായ ഉത്സവപ്പിറ്റ എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ആസ് എ ഡയറക്ടറും അത് നല്ല സിനിമയായിരുന്നു, ഒരു പ്രത്യേകതയുള്ള സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനൊരു ശാരീരിക സ്വാസ്ഥ്യം ഉണ്ടായി. അല്ലെങ്കിൽ നമുക്ക് വളരെയധികം കഥാപാത്രങ്ങളെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നടനായിരുന്നു. ഞങ്ങൾക്കൊക്കെ വലിയൊരു ലോസാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ ശാരീരിക അസ്വാസ്ഥ്യമുള്ള ഒരു നടന് അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ലിമിറ്റേഷനുണ്ട്. പക്ഷേ ആ ലിമിറ്റേഷനൊക്കെ ഓവർകം ചെയ്തുകൊണ്ടും ഗോപിച്ചേട്ടൻ വളരെയധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും വളരെയധികം ഫയർ മനസ്സിൽ സൂക്ഷിക്കുന്ന നടനാണ്. ആസ് എ പേഴ്സൺ വളരെ പലർക്കും തോന്നാം ഗോപിച്ചേട്ടൻ വളരെ ഒരു പരുക്കനായ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന്. പക്ഷേ വളരെ കുട്ടിയെപ്പോലെ അല്ലെങ്കിൽ വളരെ സാധാരണക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തിനെ പോലെയൊക്കെ പെരുമാറുന്ന ആളാണ് ഗോപിച്ചേട്ടനെ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഭരത് ഗോപി എന്ന് പറയുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ. അതുപോലൊരു നടനെ പലരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഗോപിച്ചേട്ടൻ എന്ന് പറയുന്ന ആളെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വേറൊരു മുഖമായിരുന്നു അദ്ദേഹം. ഓരോ സിനിമയിലും ഓരോ മുഖങ്ങൾ തന്നെയാണ്. ഗോപിച്ചേട്ടൻ ഒന്നാമത് വളരെ പ്രത്യേകതയുള്ള ഒരു മുഖമാണ്. പക്ഷേ ആ മുഖം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഈസി ആയിട്ട് എത്ര കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നോ ഡൗട്ട് ഹീസ് എ ഗ്രേറ്റ് ആക്ടർ.